കാന്തമല്ലാത്ത ഒരു വസ്തുവിനെ കാന്തമാക്കി മാറ്റുന്നതിനാണ് കാന്തിക പ്രേരണം എന്ന് പറയുക, മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതിന് നമ്മളൊരു വാക്ക് പറയും, റീറ്റെൻഡിവിറ്റി എന്നൊരു വാക്ക് പറയും. കാന്തികത നിലനിർത്തുന്നതിന് നമ്മൾ പറയുന്ന ഒരു വാക്കാണ് റീറ്റെൻഡിവിറ്റി. ഹലോ, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും LGS 4ാം ഘട്ട പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രത്യേകിച്ച് അവസാനഘട്ട മുന്നൊരുക്കത്തിലേക്ക്, ഫിസിക്സിലേക്ക് സ്വാഗതം. ഞാൻ സന്തോഷ് സേതുമാധവൻ. ക്യാപ്ഷൻ കണ്ടു കാണുമല്ലോ അല്ലേ? സിലബസിന് പുറത്തു നിന്ന് ചോദ്യം വന്നു. 3ാം ഘട്ടത്തിൽ സിലബസിന് പുറത്തു നിന്ന് ചോദ്യം വന്നു. സിലബസൊക്കെ PSC അടിച്ചിറക്കിയിട്ടുണ്ട്. നമ്മൾ സിലബസ് കണ്ടിട്ടുണ്ട് അല്ലേ? സിലബസൊക്കെ ഇറക്കിയിട്ട് PSC അവസാനം ഒരു ഡയലോഗ് പറയുന്നുണ്ട്, കാര്യം ഞങ്ങൾ സിലബസൊക്കെ തരും, പക്ഷേ അതിനകത്തുനിന്നേ ചോദിക്കൂ എന്ന് ഉറപ്പൊന്നും ഞങ്ങൾ പറയില്ല അല്ലേ? തോക്ക് തരാം പക്ഷേ വെടിവെക്കരുത് എന്ന് പറയുന്ന പോലെയാണ്. എങ്കിൽ പിന്നെ എന്തിനാണ് സർ തോക്ക് എന്ന് ചോദിക്കുന്ന പോലെ നമുക്ക് PSCയോട് ചോദിക്കാൻ പറ്റില്ല. കാരണം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, സിലബസിനകത്ത് നിന്ന് തന്നെ ചോദ്യം വരൂ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 3ാം ഘട്ടത്തിൽ ഫിസിക്സിൽ നിന്ന് 3 ചോദ്യം, 3 ചോദ്യത്തിൽ 2 ചോദ്യവും സിലബസിനകത്ത് ലിസ്റ്റ് ചെയ്ത ടോപ്പിക്കിൽ നിന്നല്ല, ഫിസിക്സിൽ നിന്നാണ്. നമ്മുടെ യോഗ്യത നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷയുടെ അകത്തുള്ള ഫിസിക്സിൽ നിന്ന് തന്നെയാണ് ചോദ്യം വന്നത്, പക്ഷേ സിലബസിൽ നിന്നല്ല. അപ്പോൾ കുറച്ച് പേരൊന്ന് ബുദ്ധിമുട്ടി, കുറച്ചധികം പേരൊന്ന് ബുദ്ധിമുട്ടി. പരീക്ഷ എഴുതി കഴിഞ്ഞവരോട് പറയാനുള്ളത്, 90% ആളുകളും ബുദ്ധിമുട്ടി. അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അയ്യോ ഞങ്ങൾക്ക് മാത്രം ആൻസർ കിട്ടിയില്ലല്ലോ എന്നുള്ള പേടി വേണ്ട. അത്രത്തോളം പണ്ട് പഠിച്ച 10ാം ക്ലാസ്സിലേക്ക് ഫിസിക്സ് ഓർമ്മയുള്ള, ആ സബ്ജക്റ്റിനോട് ഭീകരമായിട്ട് ഇഷ്ടമുള്ള ആളുകൾ മാത്രമേ ആ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. ചോദ്യം ബുദ്ധിമുട്ടൊന്നും ആയിരുന്നില്ല, പക്ഷേ ചോദ്യം നമ്മൾ പഠിച്ച മേഖലയ്ക്ക് പുറത്തു നിന്നാണ് വന്നത്. അതായിരുന്നു പ്രശ്നം. അപ്പോൾ നമുക്കൊന്ന് തയ്യാറാവണ്ടേ? 4ാം ഘട്ടത്തിൽ പോകുന്നവരെ, 4ാം ഘട്ടത്തിൽ പരീക്ഷ എഴുതാൻ പോകുന്നവർക്കൊന്ന് തയ്യാറായിട്ട് വേണ്ടേ പോവാൻ? ആ തയ്യാറെടുപ്പാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇനി ഈ പറഞ്ഞ ഔട്ട് ഓഫ് സിലബസ് ചോദ്യം വന്നാൽ കുറച്ച് ഔട്ട് ഓഫ് സിലബസും കൂടെ പഠിച്ചിട്ട് നമ്മൾ പോകാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വന്ന ചോദ്യങ്ങൾ കണ്ടിരുന്നോ? ഈ 3 ചോദ്യങ്ങളാണ് ഫിസിക്സിൽ നിന്ന് വന്നിരുന്നത്. വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആദ്യത്തെ ചോദ്യം വൈദ്യുതി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. ധാരാവൈദ്യുതി, ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഇത് നമ്മുടെ സിലബസിൽ ഉണ്ടായിരുന്നില്ല. ഈ 3ാമത്തെ ചോദ്യം കാന്തങ്ങളെ പറ്റിയുള്ള ചോദ്യം കാന്തികത എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്, 8ാം ക്ലാസ്സിലെ. അതും നമ്മുടെ സിലബസിനകത്ത് ഉണ്ടായിരുന്നില്ല. ഇതാണ് സിലബസ്, ഓർമ്മയുണ്ടല്ലോ? ഇതാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയപ്പോൾ ഉള്ള സിലബസ്. ഇതിനകത്ത് ദ്രവ്യവും പിണ്ഡവും തുടങ്ങി സൗരയൂഥവും സവിശേഷതകളും വരെ അത്രയും ഭാഗമാണ് ഫിസിക്സ്. ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ ആരെ കാണില്ല? കാന്തികതയില്ല, വൈദ്യുതിയില്ല. പിന്നെ അതിൽ നിന്ന് ചോദ്യം വന്നു അല്ലേ? അതെന്താ അങ്ങനെ ഒരു പരിപാടി എന്ന് ചോദിക്കരുത്. കാരണം ആ സിലബസിന് താഴെ ചുവന്ന അക്ഷരത്തിൽ PSC പറഞ്ഞിട്ടുണ്ട്, ഇതിൽ നിന്ന് മാത്രമേ ചോദിക്കൂ എന്നൊന്നും പറയുന്നില്ല. യോഗ്യത നിശ്ചയിച്ചിരിക്കുന്ന ആ യോഗ്യതയ്ക്ക് അകത്ത് വരുന്ന ഏത് ടോപ്പിക്കിൽ നിന്നും ചോദ്യം വരാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനൊന്നും പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ കാന്തികതയും വൈദ്യുതിയും നമ്മളൊന്ന് പഠിക്കാൻ പോവുകയാണ്. 4ാം ഘട്ട പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇനിയും PSC ഇങ്ങനെ ചോദ്യം തന്നാൽ നമ്മൾ അതിനെ ആൻസർ ചെയ്യും. റെഡിയല്ലേ? ആദ്യം നമുക്ക് കാന്തികതയിൽ നിന്ന് ചോദിച്ച ചോദ്യം ഒന്ന് നോക്കാം. കാന്തങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു, ശരിയായവ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞ് 3 വാചകങ്ങൾ, 3 വാക്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ശരിയായവ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. കാന്തത്തെപ്പറ്റി, കാന്തത്തിൻ്റെ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അതിൻ്റെ മധ്യഭാഗത്താണ് എന്ന് പറയുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അത് തെറ്റാണ്. കാന്തത്തിൻ്റെ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് കാന്തത്തിൻ്റെ ധ്രുവങ്ങളിലാണ്. ഒരു ബാർ മാഗ്നറ്റ് എടുത്താൽ, ഒരു നീളത്തിലുള്ള ഒരു ബാർ മാഗ്നറ്റ് എടുത്താൽ, നോർത്ത് സൗത്ത് ഇതാണ് ധ്രുവങ്ങൾ. അതിൻ്റെ മധ്യഭാഗം അതിൻ്റെ നോർത്തിനും സൗത്തിനും സെൻറ്ററിൽ വരും. ഈ ധ്രുവങ്ങളിലാണ് കാന്തിക ശക്തി ഏറ്റവും കൂടുതൽ, മധ്യഭാഗത്ത് അത് ഏറ്റവും കുറവാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു ബാർ കാന്തം തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യും. ശരിയാണത്. ചെറിയ ക്ലാസ്സുകളിലൊക്കെ ചെയ്യുന്ന ഒരു പരീക്ഷണമാണ്. സ്വതന്ത്രമായിട്ട് കെട്ടിത്തൂക്കിയിട്ട ഒരു ബാർ കാന്തം തെക്ക് വടക്ക് ദിശയിൽ ആണ് സ്ഥിതി ചെയ്യുക. ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു കാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവവും മറ്റൊരു കാന്തത്തിൻ്റെ ഉത്തര ധ്രുവവും പരസ്പരം ആകർഷിക്കും. ശരിയാണ്. നോർത്ത് സൗത്തിനെയാണ് ആകർഷിക്കുക, സൗത്ത് നോർത്തിനെയാണ് ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കും, അങ്ങനെയാണ് പറയുക. വിജാതീയ ധ്രുവങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ധ്രുവങ്ങൾ. സജാതീയ ധ്രുവങ്ങൾ, ഒരേ ധ്രുവങ്ങൾ പരസ്പരം വികർഷിക്കും. അപ്പോൾ 2ഉം 3ഉം സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, 2ഉം 3ഉം സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഇവിടുത്തെ ശരി ഉത്തരം.
8ാം ക്ലാസ്സിൽ കാന്തികത എന്ന് പറയുന്ന അടിസ്ഥാന ശാസ്ത്ര ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററിൽ പേജ് 146, 151 ഭാഗങ്ങളിലൊക്കെ ഈ വിവരങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഫിസിക്സിലുണ്ട്, സിലബസിലില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി നമ്മളോട് കാന്തികത ചോദിച്ചാൽ നമ്മൾ വിട്ടുകൊടുക്കില്ല. കാന്തം എന്ന് പറയുന്ന വസ്തു 2 തരമുണ്ട്. സ്ഥിരകാന്തമുണ്ട്, താൽക്കാലിക കാന്തമുണ്ട്. സ്ഥിരകാന്തങ്ങളെക്കുറിച്ച് നമ്മൾ ആദ്യം സംസാരിച്ചാൽ പല ഷേപ്പിലുള്ള സ്ഥിരകാന്തങ്ങൾ കിട്ടും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ബാർ മാഗ്നറ്റ് എന്നറിയപ്പെടുന്ന ഈ തൂങ്ങിക്കിടക്കുന്ന സാധനം. ഈ ബാർ മാഗ്നറ്റിന് 2 അറ്റത്ത്, ഒരറ്റത്ത് ഉത്തര ധ്രുവവും ഒരറ്റത്ത് ദക്ഷിണ ധ്രുവവുമായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ബാർ മാഗ്നറ്റ് നമ്മൾ ഒരിടത്ത് ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് കഴിഞ്ഞാൽ, ഭൂമിയിൽ കെട്ടിത്തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഭൂമിയുടെ തെക്ക് വടക്ക് ദിശയിൽ അത് സ്വതന്ത്രമായിട്ട് കിടക്കും. ഇതിനെക്കുറിച്ചാണ് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത്. ഒരു നൂലിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടാൽ മതി. അപ്പൊ അതിന് കാരണം എന്താണ്? ഈ ബാർ മാഗ്നറ്റിന് കാന്തിക സ്വഭാവം ഉള്ളതുപോലെ തന്നെ ഭൂമിക്കും കാന്തിക സ്വഭാവമുണ്ട്. ഭൂമി എന്ന് പറയുന്ന വലിയ ഗോളം, വലിയ ഗ്രഹം സ്വന്തമായി ഒരു കാന്തമാണ്, വലിയൊരു ബാർ മാഗ്നറ്റ് ആണ് എന്ന് വിചാരിക്കുക. അതിന് ദക്ഷിണ ധ്രുവവും ഉത്തര ധ്രുവവും ഉണ്ട്. അപ്പോൾ ഒരു കാന്തത്തിൻ്റെ മണ്ഡലത്തിലാണ് മറ്റൊരു കാന്തം സ്വതന്ത്രമായിട്ട് കെട്ടിത്തൂക്കിയിടുന്നത്. സ്വാഭാവികമായിട്ട് ഈ 2 കാന്തങ്ങളും തമ്മിൽ ആകർഷിക്കും. ഭൂമി എന്ന കാന്തവും ബാർ മാഗ്നറ്റ് എന്ന കെട്ടിത്തൂക്കിയിട്ട കാന്തവും തമ്മിൽ പരസ്പരാകർഷണം ഉണ്ടാവും. ആ ആകർഷണത്തിൻ്റെ ദിശയിലാണ് ആര് തൂങ്ങിക്കിടക്കുക? ബാർ മാഗ്നറ്റ് തൂങ്ങിക്കിടക്കുക. അത് ഏത് ദിശയാണ്? വടക്ക് കിഴക്ക് ദിശയിൽ, നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് അത് തൂങ്ങിക്കിടക്കുന്നത്. അപ്പോൾ ആ ഒരു ഡയറക്ഷൻ എങ്ങനെ വരുന്നു എന്നറിയണമെങ്കിൽ ഭൂമി എന്ന വലിയ കാന്തത്തെക്കുറിച്ച് നമ്മൾ അറിയണം. ഭൂമി എന്ന് പറയുന്ന വലിയ കാന്തം ഇതാ ഈ രീതിയിലാണ്. നോക്കിയേ, ഭൂമി ഒരു കാന്തമായിട്ട് മാറിയാൽ അത് ഇത്തരത്തിലൊരു ബാർ മാഗ്നറ്റ് ആണ്. ആ ബാർ മാഗ്നറ്റിന് ഒരു സൗത്തും ഒരു നോർത്തും ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ദിശ പറയുമ്പോൾ പറയുന്ന വടക്കും തെക്കുമല്ല, കാന്തത്തിൻ്റെ വടക്കും തെക്കും. ദിശ പറയുമ്പോൾ പറയുന്ന വടക്കും തെക്കുമല്ല, ഭൂമി എന്ന കാന്തത്തിൻ്റെ വടക്കും തെക്കും. നേരെ തിരിച്ചാണ്. നമ്മൾ എങ്ങനെയാണ് ഈ മാപ്പൊക്കെ വരയ്ക്കുമ്പോൾ രേഖപ്പെടുത്തുന്നത്? മാപ്പ് വരയ്ക്കുന്ന സമയത്ത് ജോഗ്രഫിക്കൽ മാപ്പാണ് വരയ്ക്കുക, അല്ലേ? ഭൗമശാസ്ത്രപരമായ മാപ്പ് വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ 4 ലൈൻ വരച്ചിട്ട് 4 ആരോ മാർക്ക് കൊടുത്തിട്ട് നോർത്ത് മുകളിലും സൗത്ത് താഴെയും കാണിക്കും, ശരിയല്ലേ? ഈസ്റ്റ് കിഴക്ക് ഇവിടെ കാണിക്കും, വെസ്റ്റ് ഇവിടെ കാണിക്കും. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു ഗ്രാഫൊക്കെ നമ്മൾ വരയ്ക്കുന്നത്, സാധാരണ ഒരു മാപ്പൊക്കെ നമ്മൾ വരയ്ക്കുന്നത്. അതായത് നോർത്ത് മുകളിലാണ്, വടക്ക് ഭാഗത്താണ്, വടക്ക് മുകൾ ഭാഗത്താണ് നമ്മൾ വരയ്ക്കുന്നത്, സൗത്ത് താഴെയാണ് വരയ്ക്കുന്നത്. കേരളമൊക്കെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ മാപ്പ് നോക്കുമ്പോൾ കാസർഗോഡ് വടക്കും തിരുവനന്തപുരം തെക്കുമാണ്. ഈ വടക്കും തെക്കും, നമ്മൾ ഈ പറയുന്ന വടക്കും തെക്കും, ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും എന്ന് പറയുന്നത് ഭൗമശാസ്ത്രപരമായ ദിശയാണ്. ജോഗ്രഫിക്കൽ ഡയറക്ഷൻ അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ നോർത്ത്, ജോഗ്രഫിക്കൽ സൗത്ത് ആണ്. ഇതിന് നേരെ തല തിരിച്ചാണ് കാന്തിക സൗത്തും കാന്തിക നോർത്തും. എന്ന് വെച്ചാൽ ഈ ചിത്രത്തിൽ കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഭൂമിശാസ്ത്രപരമായ വടക്ക് മുകളിൽ വരുമ്പോൾ, ഭൂമിശാസ്ത്രപരമായ തെക്ക് താഴെ വരുമ്പോൾ, കാണുന്നില്ലേ? ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ഭൂകാന്തത്തിൻ്റെ വടക്കും തെക്കും. നോക്കൂ, ഭൂകാന്തത്തിൻ്റെ തെക്കാണ് മുകളിൽ, സൗത്താണ് മുകളിൽ, കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. എസ് എന്നിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഭൂകാന്തത്തിൻ്റെ വടക്ക് താഴെയാണ്, ഭൂമിയുടെ കാന്തത്തിൻ്റെ വടക്ക് താഴെയാണ്. കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ നോക്കുമ്പോൾ ഉത്തര ധ്രുവം താഴെയും ദക്ഷിണ ധ്രുവം മുകളിലുമാണ്. ഭൂമി എന്ന വലിയ കാന്തത്തിൻ്റെ കാന്തിക ധ്രുവങ്ങൾ നമ്മൾ പറയുമ്പോൾ ദക്ഷിണ ധ്രുവം മുകളിലും ഉത്തര ധ്രുവം താഴെയുമാണ്. ഇത് മാറിപ്പോകരുത്. ഇപ്പോൾ ജോഗ്രഫിക്കൽ നോർത്തും സൗത്തും മാഗ്നറ്റിക് നോർത്തും സൗത്തും നേരെ തല തിരിഞ്ഞാണ് കിടക്കുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പോഴാണ് നമ്മൾ അവിടെ എന്ത് കെട്ടിത്തൂക്കിയിടുന്നത്? ഒരു ബാർ മാഗ്നറ്റ് തൂക്കിയിടുന്നത്. അപ്പോൾ ബാർ മാഗ്നറ്റ് ഏത് ദിശയിലാണ് കിടക്കുക? ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് ഭൂമി എന്ന കാന്തത്തിൻ്റെ സൗത്തിലേക്ക് കിടക്കും. ഭൂമി എന്ന് പറയുന്ന കാന്തത്തിൻ്റെ സൗത്തിലേക്ക്. അപ്പോൾ ഞാനിവിടെ ഒരു ബാർ മാഗ്നറ്റ് വയ്ക്കുവാണെങ്കിൽ ഈ ബാർ മാഗ്നറ്റ് ഇതിൻ്റെ നോർത്ത് എവിടെ വരും? മുകളിൽ വരും. കാരണം എങ്ങോട്ടാണ്, ഏത് ഡയറക്ഷനിലാണ് വരിക? സൗത്തിനടുത്തേക്ക്. അതുപോലെ സൗത്ത് നോർത്തിൻ്റെ ദിശയിലേക്ക് തിരിഞ്ഞു കിടക്കും, അല്ലെ? സൗത്തും നോർത്തുമാണ് ആകർഷിക്കുക, നോർത്തും സൗത്തുമാണ് ആകർഷിക്കുക. അപ്പോൾ മുകളിൽ നോർത്തും താഴെ സൗത്തുമായിട്ടാണ് ബാർ മാഗ്നറ്റ് തൂങ്ങിക്കിടക്കുക. മുകളിൽ താഴെ എന്ന് പറയുമ്പോൾ ജോഗ്രഫിക്കലി മുകളിൽ വരുന്നത് ഏതാണ്? ഭൂമിയുടെ ജോഗ്രഫിക്കലി മുകളിൽ വടക്കും താഴെ തെക്കുമാണ്. അപ്പോൾ വടക്ക് തെക്ക് ദിശയിൽ
വടക്ക് തെക്ക് ദിശയിൽ ബാർ മാഗ്നറ്റ് തൂങ്ങിക്കിടക്കാൻ കാരണം ഈ ഭൂമി എന്ന കാന്തമാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ജോഗ്രഫിക്കൽ ദിശയല്ല, ഭൗമശാസ്ത്രപരമായ ദിശയല്ല ഭൂകാന്തത്തിന്റെ ധ്രുവങ്ങളുടെ സ്ഥാനം കാണിക്കുന്നത്. അതായത് ജോഗ്രഫിക്കൽ, ഒരിക്കൽ കൂടെ പറയുന്നു, ജോഗ്രഫിക്കൽ നോർത്തും സൗത്തിനും നേരെ തല തിരിച്ചാണ് മാഗ്നറ്റിക് നോർത്തും സൗത്തും, കാന്തിക വടക്കും തെക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റിന് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്ന എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. മുന്നോട്ട് പോകുമ്പോൾ കാന്തിക മണ്ഡലം എന്ന വാക്ക് പരിചയപ്പെടണം. ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട് ഇത്. ഒരു മാഗ്നറ്റ് വെച്ചിട്ട്, ഒരു ബാർ മാഗ്നറ്റ് വെറുതെ ഒരിടത്ത് വെച്ചാൽ ആ കാന്തത്തിന് ചുറ്റും ആ കാന്തത്തിന്റെ ആകർഷണ വലയം അനുഭവപ്പെടും. ആ മൊത്തം ആകർഷണ വലയം ഉൾക്കൊള്ളുന്ന ഈ ഭാഗത്തെയാണ് നമ്മൾ കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. ഒരു കാന്തത്തിന് ചുറ്റും അതിൻ്റെ ആകർഷണ ബലം അനുഭവപ്പെടുന്ന പ്രദേശത്തെ മുഴുവൻ നമ്മൾ പറയുന്ന പേരാണ് കാന്തിക മണ്ഡലം. എങ്ങനെയാണ് ഈ ആകർഷണ ബലം ഉണ്ടാവുന്നത്? കാന്തത്തിൽ നിന്ന് കാന്തിക ബലരേഖകൾ പ്രവഹിക്കും. ഈ ചിത്രത്തിൽ കാണിച്ചതുപോലെ, വലത് സൈഡിലെ ചിത്രത്തിൽ കാണിച്ചതുപോലെ കാന്തിക ബലരേഖകൾ ഒരു കാന്തത്തിൽ നിന്ന് പ്രവഹിക്കും. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, അദൃശ്യമായിരിക്കും. അദൃശ്യമായ കാന്തിക ബലരേഖകൾ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോകും. കാണുന്നില്ലേ ഡയറക്ഷൻ? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കാന്തിക ബലരേഖകൾ വരുന്ന ഭാഗം മുഴുവൻ കാന്തിക മണ്ഡലമാണ്. ആ കാന്തിക മണ്ഡലത്തിലാണ് ഒരു മുട്ടുസൂചി ഇരിക്കുന്നതെങ്കിൽ മുട്ടുസൂചിയെ കാന്തം വലിക്കും. ആ കാന്തിക മണ്ഡലത്തിലാണ് മറ്റൊരു വസ്തു, കാന്തിക വസ്തു, ഒരു ഇരുമ്പ് അല്ലെങ്കിൽ ഒരു നാണയം ഒക്കെ ഇരിക്കുന്നതെങ്കിൽ കാന്തം അതിനെ വലിച്ചെടുക്കും. അതായത് കാന്തിക മണ്ഡലത്തിനകത്ത് വരുന്നവരെയൊക്കെ കാന്തം എന്ത് ചെയ്യും? ആകർഷിക്കുകയോ വികർഷിക്കുകയോ ചെയ്യും. ഇപ്പം എന്താണ് കാന്തിക മണ്ഡലം? കാന്തത്തിന്റെ പ്രഭാവം അനുഭവപ്പെടുന്ന ഭാഗം. എങ്ങനെയാണ് ആ പ്രഭാവം ഉണ്ടാവുന്നത്? കാന്തിക ബലരേഖകൾ അതുവഴി കടന്നു പോകുമ്പോൾ. എവിടെ നിന്ന് എങ്ങോട്ടാ കാന്തിക ബലരേഖകൾ പോകുന്നത്? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. ഓക്കെ, അപ്പൊ രണ്ട് നോർത്ത് അടുത്തടുത്ത് വന്നാൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഈ ചിത്രം. രണ്ട് നോർത്ത് അടുത്തടുത്ത് വരുമ്പോൾ രണ്ട് നോർത്തിൽ നിന്നും കാന്തിക ബലരേഖകൾ പുറപ്പെടുക ചെയ്യുന്നു അല്ലേ? നോക്കിയേ, അപ്പൊ ആ കാന്തിക ബലരേഖകൾ പരസ്പരം രണ്ട് വഴിക്ക് പിരിഞ്ഞു പോകും. അവരെന്താ ചെയ്യുന്നത്? വികർഷിക്കും. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് നോക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുകയാണ് ചെയ്യുന്നത്. അപ്പൊ വികർഷിച്ചിട്ട് പോകും. എന്നാൽ നോർത്തും സൗത്തും അടുത്തടുത്ത് വരുമ്പോഴോ, രണ്ടാമത്തെ താഴത്തെ ചിത്രം, നോർത്തിൽ നിന്ന് പുറപ്പെട്ട ബലരേഖകൾ സൗത്തിലേക്ക് എത്തും. അപ്പോൾ അവർ പരസ്പരം ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നോർത്തും സൗത്തും തമ്മിൽ ആകർഷിക്കുന്നത്, നോർത്തും തമ്മിൽ വികർഷിക്കുന്നത്, സൗത്തും തമ്മിൽ വികർഷിക്കുന്നത്. അവിടെയാണ് നമ്മൾ പ്രധാനപ്പെട്ട വാക്ക് പറയുന്നത്. ഒരേപോലെയുള്ള ധ്രുവങ്ങൾ വികർഷിക്കും, വ്യത്യസ്തമായ ധ്രുവങ്ങൾ പരസ്പരം ആകർഷിക്കും. അപ്പം കാന്തിക ബലരേഖകൾ എന്ന് പറഞ്ഞ് അദൃശ്യമായ ചില ബലരേഖകൾ കാന്തത്തിന് ചുറ്റുമുണ്ട് എന്ന് മനസ്സിലായല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട് ചില വാക്കുകൾ നമ്മൾ പരിചയപ്പെടുവാണ്. അപ്പം കാന്തത്തിന് ചുറ്റും ഒരു സാങ്കല്പിക ബലരേഖകളുണ്ട്, കാന്തിക ബലരേഖകളുണ്ട്. ഈ കാന്തിക ബലരേഖകളെ എല്ലാം കൂടെ ചേർത്ത് പറയുന്ന പേരാണ് കാന്തിക ഫ്ലക്സ്. ഒരു പേര് പരിചയപ്പെടുത്തുവാണ്. എന്താണ് കാന്തിക ഫ്ലക്സ് എന്ന് പറയുന്ന ഒരു വാക്ക്? എന്താണ് കാന്തിക ഫ്ലക്സ്? ഇപ്പോൾ ഈ ചിത്രത്തിലുള്ള ബലരേഖകളെല്ലാം ചേർന്നതാണ് കാന്തിക ഫ്ലക്സ്. ഈ കാന്തിക ഫ്ലക്സ് ഏതിലൂടെ കടന്നു പോകുന്നത്? കാന്തത്തിന് ചുറ്റുമുള്ള അന്തരീക്ഷത്തിലൂടെ, ശരിയല്ലേ? ഈ കാന്തത്തിന് ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ നമ്മൾ ഒരു മീറ്റർ സ്ക്വയർ ഏരിയ കണക്കാക്കിയാൽ, അതായത് ഒരു യൂണിറ്റ് ഏരിയ നമ്മൾ കണക്കാക്കിയാൽ, ആ യൂണിറ്റ് ഏരിയയിലൂടെ കടന്നു പോകുന്ന കാന്തിക ഫ്ലക്സിന്റെ അളവാണ് കാന്തിക ഫ്ലക്സ് സാന്ദ്രത. ഈ വാക്കൊന്ന് ശ്രദ്ധിക്കുക. കാന്തിക ഫ്ലക്സ് സാന്ദ്രത, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, കാന്തത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരളവാണ്. കാന്തിക ഫ്ലക്സ് സാന്ദ്രത എന്ന് പറയുന്നത് കാന്തത്തിന് ചുറ്റും ഒരു യൂണിറ്റ് വിസ്തീർണത്തിലൂടെ, ഒരു യൂണിറ്റ് പരപ്പളവിലൂടെ കടന്നു പോകുന്ന കാന്തിക ബലരേഖകളുടെ എണ്ണമാണ്, അല്ലെങ്കിൽ കാന്തിക ഫ്ലക്സിന്റെ അളവാണ്. കാന്തിക ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ കാന്തിക ബലരേഖകളെല്ലാം ചേർന്നതാണ്. കാന്തിക ഫ്ലക്സിന്റെ അളവാണ് കാന്തിക ഫ്ലക്സ് സാന്ദ്രത. മനസ്സിലാക്കേണ്ടത്, സാന്ദ്രത കൂടിയാൽ കാന്തിക ബലം കൂടും. കാന്തിക ഫ്ലക്സുകളുടെ എണ്ണം ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടിയാൽ സാന്ദ്രത കൂടിയാൽ കാന്തിക ബലം കൂടും. സാന്ദ്രത കുറഞ്ഞാൽ കാന്തിക ബലം കുറയും. ഇപ്പം ഇവിടെ നോക്കൂ, ഈ ചിത്രത്തിൽ നോക്കൂ, നോർത്തും സൗത്തും കാണിക്കുന്ന ബലരേഖകൾ കാണിക്കുന്ന ചിത്രത്തിൽ നോക്കൂ. നോർത്ത് ഭാഗത്തെ ഇവിടെ ഈ ഭാഗത്ത് കാന്തിക ബലരേഖകൾ അടുത്തല്ലേ? അപ്പോൾ അവിടെ സാന്ദ്രത കൂടുതലാണ്, ഫ്ലക്സ് കൂടുതലാണ്, സാന്ദ്രത കൂടുതലാണ്. സൗത്തിൽ നോക്കൂ, സൗത്തിന്റെ ഭാഗത്ത് കാന്തിക ബലരേഖകൾ അടുത്തല്ലേ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ്? അവിടെയും ഫ്ലക്സ് കൂടുതലാണ്, സാന്ദ്രത കൂടുതലാണ്. സാന്ദ്രത കൂടിയ ഭാഗത്ത് കാന്തിക ബലം കൂടും. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്
ഒരു കാന്തത്തെ സംബന്ധിച്ച് ധ്രുവങ്ങളിലാണ് കാന്തിക ബലം കൂടുതൽ. ധ്രുവങ്ങളിലാണ് കാന്തിക ബലം കൂടുതൽ. മധ്യഭാഗത്ത് നോക്കിയേ, ഇവിടെ കാന്തിക ബലരേഖകൾ ഉണ്ടോ? ഇല്ല. അപ്പൊ കാന്തിക ബലം ഇല്ല, 0-മാണ്. ഒരു കാന്തത്തിന്റെ മധ്യഭാഗത്ത് കാന്തിക ബലം 0-മാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ എവിടെയാണോ ബലരേഖകൾ കൂടുതലുള്ളത്, അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നത്, സാന്ദ്രത കൂടുതലുള്ളത്, അവിടെ കാന്തിക ബലം കൂടും. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ കാന്തിക ബലരേഖകൾ പരസ്പരം ഖണ്ഡിക്കുന്നില്ല. ചിത്രത്തിൽ നോക്കി, കാന്തിക ബലരേഖകൾ ടച്ച് ചെയ്യുന്നില്ല പരസ്പരം. നോർത്തിൽ നിന്ന് കൃത്യമായി തുടങ്ങി സൗത്തിൽ അവസാനിക്കുന്നു. ഇതിനിടയിൽ അവർ തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല. അപ്പൊ കാന്തിക ബലരേഖകൾ പരസ്പരം കൂട്ടിമുട്ടില്ല. പിന്നെ നമ്മൾ പറഞ്ഞ 2 പോയിന്റ് കൂടെ ഇതിന്റെ കൂട്ടത്തിൽ പറയുന്നു. എന്താണ്? നോർത്തും തമ്മിൽ അവർ പരസ്പരം വികർഷിക്കും. നോർത്തും സൗത്തും തമ്മിൽ വന്നു കഴിഞ്ഞാൽ പരസ്പരം ആകർഷിക്കും. അതിനൊന്ന് ഭംഗിയാക്കി പറഞ്ഞാൽ വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കും, സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കും. സജാതീയം എന്ന് പറഞ്ഞാൽ ഒരേ ജാതിയിൽ ഒരേ വർഗത്തിൽപ്പെട്ടവർ നോർത്തും വികർഷിക്കും. വിജാതീയ ധ്രുവങ്ങൾ ആരാണ്? വിജാതീയം വിവിധ ജാതിയിൽപ്പെട്ടവർ, വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ. ആരാണത്? നോർത്തും സൗത്തും. അവർ തമ്മിൽ ആകർഷിക്കും. ഇത്രയേ ഉള്ളൂ കാന്തിക മണ്ഡലം, കാന്തിക ബലരേഖകൾ, കാന്തിക ഫ്ലക്സ് ഡെൻസിറ്റി, കാന്തിക ഫ്ലക്സ് സാന്ദ്രത. ഇത്രയും വാക്കുകളെ കുറിച്ച് മനസ്സിലാക്കാം. ഇതിൽ നിന്ന് കാന്തിക ബലം എന്താണെന്ന് മനസ്സിലാവും. എവിടെയാണ് കാന്തിക ബലം കൂടുതൽ? കാന്തിക ഫ്ലക്സ് കൂടുതലുള്ളിടത്ത്, കാന്തിക ഫ്ലക്സിന്റെ സാന്ദ്രത കൂടുതലുള്ളിടത്ത്. ക്ലിയർ അല്ലേ? കാന്തിക പ്രേരണം എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, ശ്രദ്ധിക്കുക. കാന്തമല്ലാത്ത ഒരു വസ്തുവിനെ കാന്തമാക്കി മാറ്റുന്നതിനാണ് കാന്തിക പ്രേരണം എന്ന് പറയുക, മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ ചിത്രത്തിൽ കാണിച്ചതുപോലെ ഒരു ബാർ മാഗ്നറ്റ് ഒരു ആണിയുടെ അടുത്ത്, ഇരുമ്പാണിയുടെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പാണി പതുക്കെ കാന്തമായിട്ട് മാറും. ഇരുമ്പാണിയിൽ കാന്തികത രൂപപ്പെടും. അപ്പോൾ ഒരു കാന്തത്തിനടുത്ത് മറ്റൊരാളെ വെക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ കാന്തം മറ്റേയാളെ പ്രേരിപ്പിക്കുന്നു, കാന്തമാവാൻ പ്രേരിപ്പിക്കുന്നു. ഇതാണ് കാന്തിക പ്രേരണം. അത്രയേ ഉള്ളൂ. ഇപ്പം ഈ ഒരു ആണിയുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പം നമ്മൾ നോക്കിയ ഈ ബാർ മാഗ്നറ്റ് തൂക്കിയിട്ടിരിക്കുന്നത് സൗത്ത് മുകളിലും നോർത്ത് താഴെയാണ്. ഈ നോർത്തിനടുത്ത്, ഈ ബാർ മാഗ്നറ്റിന്റെ നോർത്തിനടുത്ത് ഈ ആണിയുടെ സൗത്ത് രൂപപ്പെടും. ആണിയുടെ സൗത്ത് ഇവിടെ രൂപപ്പെടും. 2 ആണിയുണ്ട്, അപ്പോൾ 2 ആണിയുടെ സൗത്ത് ഇവിടെ രൂപപ്പെടും. മറ്റേ അറ്റത്ത് സ്വാഭാവികമായിട്ട് എന്ത് രൂപപ്പെടും? നോർത്ത് രൂപപ്പെടും. നോക്കിയേ, മറ്റേ അറ്റത്ത് ആണിയുടെ നോർത്ത് രൂപപ്പെടും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ആണിയുടെ 2 അഗ്രഭാഗങ്ങൾ അകന്നിരിക്കുന്നത്, ഇങ്ങനെ വി ഷേപ്പിൽ അകന്നിരിക്കാൻ കാരണം? മനസ്സിലായോ? എന്താ കാരണം? നോർത്തും ആണത്. നോർത്തും പരസ്പരം എന്താ ചെയ്യുക? വികർഷിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ആണികൾ 2 പേരും കണ്ടാൽ അറിയാത്തതുപോലെ വിട്ടിരിക്കുന്നത്, പരസ്പരം അകന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഒരു കാന്തം അടുത്ത് വെച്ചാൽ കാന്തമല്ലാത്ത ഒരു വസ്തു, കാന്തിക വസ്തുവാണ് പക്ഷെ കാന്തമല്ല. കാന്തിക വസ്തു എന്ന് പറഞ്ഞാൽ കാന്തത്തെ കൊണ്ട് ആകർഷിക്കാൻ പറ്റും. ഇരുമ്പാണി കാന്തമല്ല, പക്ഷെ കാന്തം വെച്ച് ആകർഷിക്കാൻ പറ്റും. ആ ഇരുമ്പാണി കാന്തത്തോട് ചേർത്ത് വെച്ചാൽ ഇരുമ്പാണിയും താൽക്കാലികമായിട്ട് എന്തായിട്ട് മാറും? ഒരു കാന്തമായിട്ട് മാറും. ഇങ്ങനെ കാന്തങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് കാന്തിക പ്രേരണം. അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ഇങ്ങനെ കാന്തിക പ്രേരണം നടക്കുന്ന സമയത്ത് കാന്തത്തിൻ്റെ സൗത്ത് പോളിനോട് ചേർത്ത് മറ്റേ വസ്തുവിൻ്റെ നോർത്ത് പോളാണ് രൂപപ്പെടുക. നേരെ തിരിച്ച് നോർത്ത് പോളിനടുത്ത് സൗത്ത് പോളാണ് രൂപപ്പെടുക. അപ്പോൾ വിഭിന്ന ധ്രുവങ്ങളാണ് അടുത്ത് രൂപപ്പെടുന്നത്. അപ്പോൾ ദൂരെയുള്ള ഭാഗത്ത് മറ്റേ അറ്റത്താണ് ഒരേ ധ്രുവങ്ങൾ രൂപപ്പെടുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ, നോർത്തിനടുത്ത് സൗത്ത് രൂപപ്പെടുന്നു, നോർത്തിൽ നിന്ന് അകന്നുള്ള അറ്റത്ത് നോർത്ത് രൂപപ്പെടുന്നു. ഓക്കെ അല്ലേ? ഒരു കാര്യം കൂടെ നമ്മൾ കാന്തങ്ങളെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കണം, വളരെ പ്രധാനമാണ്. എന്താണ് സ്ഥിരകാന്തം, എന്താണ് വൈദ്യുത കാന്തം എന്നറിഞ്ഞിരിക്കണം. ഒരു വസ്തുവിനെ കാന്തമാക്കി മാറ്റാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഒരു വസ്തുവിനെ കാന്തിക പ്രേരണം വഴി കാന്തമാക്കി മാറ്റുമ്പോൾ അത് പയ്യെ കാന്തമായിട്ട് മാറി ആ കാന്തിക ശക്തി അതിൽ തന്നെ നിലനിന്നാൽ, അത് നഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് സ്ഥിരകാന്തം. അപ്പോൾ സ്ഥിരകാന്തങ്ങൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ, ഇപ്പോൾ ബാർ മാഗ്നറ്റ്, ഹോഷു മാഗ്നറ്റ് ഒക്കെ വാങ്ങുമ്പോൾ അത് സ്ഥിരകാന്തമാണ്. എന്തുകൊണ്ടാണ്? അതിൽ കാന്തികത സ്ഥിരമാണ്, നഷ്ടപ്പെടുന്നില്ല. അതിന് നമ്മളൊരു വാക്ക് പറയും, റീറ്റെൻറ്റിവിറ്റി എന്നൊരു വാക്ക് പറയും. കാന്തികത നിലനിർത്തുന്നതിന് നമ്മൾ പറയുന്ന ഒരു വാക്കാണ് റീറ്റെൻറ്റിവിറ്റി. റീറ്റെൻറ്റിവിറ്റി എന്ന് തന്നെയാണ് ടെക്സ്റ്റ് ബുക്കിലും പറയുന്നത്, അതിന് മലയാളം പറയുന്നില്ല. കാന്തികത നിലനിർത്തുന്നതിന് പറയുന്ന പേരാണ് റീറ്റെൻറ്റിവിറ്റി. ഓക്കെ, അങ്ങനെയുള്ള ഒരു വസ്തുവാണ് ഉരുക്ക് അഥവാ സ്റ്റീല്. അൽനിക്കോ പോലെയുള്ള സ്റ്റീലുകൾ, അൽനിക്കോ കെമിസ്ട്രിയിൽ കേട്ടിട്ടുണ്ടാവും. അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് ഒക്കെ ചേർന്ന് വരുന്ന ഉരുക്ക്, സ്റ്റീല്.
ഇത് ലോഹസങ്കരങ്ങൾ, ഇതൊക്കെ സ്ഥിരകാന്തങ്ങൾക്ക് ഉദാഹരണമാണ്. കാന്തമാക്കി മാറ്റിയാൽ ആ കാന്തികത പെട്ടെന്ന് നഷ്ടപ്പെടില്ല. പക്ഷേ വൈദ്യുത കാന്തം എന്ന് പറഞ്ഞാൽ താൽക്കാലിക കാന്തമാണ്, ടെമ്പററി മാഗ്നറ്റ് ആണ്. ഒരു പച്ചിരുമ്പിൽ കമ്പിച്ചുരുൾ ചുറ്റി 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 വെച്ച് അതിലൂടെ DC വൈദ്യുതി കടത്തിവിട്ടാൽ, DC വൈദ്യുതി കൊടുക്കാൻ കാരണം പ്ലസും മൈനസും കൃത്യമായിട്ടുണ്ടാവും, കൃത്യമായ ദിശയുള്ള വൈദ്യുതി കടത്തിവിട്ട് കഴിഞ്ഞാൽ അതൊരു താൽക്കാലിക കാന്തമായിട്ട് മാറും. വൈദ്യുതി പ്രവഹിക്കുന്ന ആ സമയം മുഴുവൻ അതൊരു കാന്തമായിരിക്കും. ഇവിടെ നോർത്ത് രൂപപ്പെടും, ഇവിടെ സൗത്ത് രൂപപ്പെടും. അതായത് എവിടെയാണോ ബാറ്ററിയുടെ പ്ലസ് ഉള്ളത് ആ ഭാഗത്ത് നോർത്ത് രൂപപ്പെടും, എവിടെയാണോ മൈനസ് ഉള്ളത് ആ ഭാഗത്ത് സൗത്ത് രൂപപ്പെടും. അപ്പം എന്താ ചെയ്യേണ്ടത്? ഒരു പച്ചിരുമ്പ് അല്ലെങ്കിൽ ഒരു ഇരുമ്പാണി അങ്ങനെയുള്ള ഒരു ലോഹ ഭാഗം നമ്മളിങ്ങനെ ചുറ്റി ചുറ്റി വെക്കുന്നു, കമ്പിച്ചുരുൾ കൊണ്ട് ചുറ്റി ചുറ്റി വെച്ചിട്ട്. ആ ചുറ്റി ചുറ്റി വെക്കുന്നതിന് ഒരു പേരുണ്ട്, സോളിനോയിഡ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ചുറ്റി ചുറ്റി വെച്ചിട്ട് അതിലൂടെ DC വൈദ്യുതി, കൃത്യമായ ദിശയുള്ള വൈദ്യുതി കടത്തിവിട്ട് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറുന്നു? ഒരു താൽക്കാലിക കാന്തമായിട്ട് മാറുന്നു. വൈദ്യുതി പ്രവഹിക്കുന്ന സമയം വരെ അതിന് കാന്തിക ശക്തി ഉണ്ടാവും. വൈദ്യുതി അങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ എന്തായിട്ട് മാറും? നേരത്തെ പോലെ കാന്തികത ഇല്ലാത്ത വസ്തുവായിട്ട് മാറും. കാര്യം മനസ്സിലായോ? ഇതിനെയാണ് വൈദ്യുത കാന്തം അല്ലെങ്കിൽ താൽക്കാലിക കാന്തം എന്ന് പറയുന്നത്. നമ്മൾ ഈ ചുറ്റി വെക്കുന്ന ചുറ്റുകളുടെ എണ്ണം, അതേപോലെ കൊടുക്കുന്ന വൈദ്യുതിയുടെ അളവ്, വൈദ്യുതി അളക്കുന്നത് ആംബിയറിലാണ്. പിന്നെ ആ വെച്ചിരിക്കുന്ന വസ്തുവിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ, ഛേദതല വിസ്തീർണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വീതി, വിഡ്ത്ത്, ഇത് മൂന്നുമാണ് കാന്തമാവുന്ന ശേഷിയെ നിശ്ചയിക്കുന്നത്. വൈദ്യുത കാന്തങ്ങളുടെ ശക്തിയെ നിശ്ചയിക്കുന്നത്, സ്വാധീനിക്കുന്നത് ഈ മൂന്ന് ഘടകങ്ങളാണ്. ഒന്ന് ചുറ്റുകളുടെ എണ്ണം, പിന്നെ കൊടുക്കുന്ന കറണ്ടിൻ്റെ അളവ്, പിന്നെ വെച്ചിരിക്കുന്ന ആ ആണിയുടെ ക്രോസ് സെക്ഷണൽ ഏരിയ, ഛേദതല വിസ്തീർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വീതി എത്രയുണ്ട് എന്നുള്ളത്, കട്ടി എത്രയുണ്ട് എന്നുള്ളത്. ഇത് മൂന്നുമാണ് വൈദ്യുത കാന്തമാവാനുള്ള ശേഷിയെ നിശ്ചയിക്കുന്നത്. അപ്പോൾ പച്ചിരുമ്പ് എന്തുകൊണ്ട് വൈദ്യുത കാന്തമാക്കുന്നു? പച്ചിരുമ്പ് പെട്ടെന്ന് കാന്തമായിട്ട് മാറും. പെട്ടെന്ന് തന്നെ എങ്ങനെയാണ്? പെട്ടെന്ന് തന്നെ ആ കാന്തികത നഷ്ടപ്പെടുകയും ചെയ്യും. എന്നാൽ ഉരുക്ക് പതുക്കെ കാന്തമായിട്ട് മാറും, പക്ഷേ ആ കാന്തികത പെട്ടെന്ന് നഷ്ടപ്പെടില്ല. അപ്പോൾ സ്ഥിരകാന്തമാക്കാൻ നല്ലത് ഏതാണ്? അത് സ്റ്റീലാണ്, ഉരുക്കാണ്. വൈദ്യുതകാന്തമാക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? സോഫ്റ്റ് അയൺ എന്ന് വിളിക്കുന്ന പച്ചിരുമ്പാണ്. ഓക്കെ അല്ലേ? ശരി, ഇനി നമ്മൾ പോകുന്നത് കാന്തികതയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് അടുത്ത ചോദ്യം, ഔട്ട് ഓഫ് സിലബസ് ചോദിച്ചത് വൈദ്യുത സർക്യൂട്ടുകളെ കുറിച്ചാണ്. വൈദ്യുതി എന്ന് പറയുന്ന, ധാരാവൈദ്യുതി എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം. വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കാനാണ്. ഒരു സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ആയിട്ട് വേണ്ടത്, ഒരു സർക്യൂട്ടിൽ മിനിമം വേണ്ടത് ഒരു സെല്ല്, ഒരു ബാറ്ററി. ആ ബാറ്ററിയിൽ നിന്ന് പോകുന്ന സമയത്ത് അതിനെ കൺട്രോൾ ചെയ്യാൻ ഒരു സ്വിച്ച് ഉണ്ടാവും. പിന്നെ അതൊരു ഉപകരണത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഉപകരണം എന്ന് പറയുന്നത് ഒരു ബൾബ് ആവാം, എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഉപകരണത്തിലേക്ക് കണക്ട് ചെയ്തു. അപ്പം ഇങ്ങനെയാണ് സാധാരണ ഒരു സിമ്പിൾ സർക്യൂട്ട്. സ്വിച്ചിൻ്റെ ഉപയോഗം എന്താ? അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ് എന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അടഞ്ഞ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സ്വിച്ച് ഇങ്ങനെ അടയ്ക്കുക, സ്വിച്ച് ക്ലോസ് ചെയ്യുക. അതാണ് ക്ലോസ്ഡ് സർക്യൂട്ട് അല്ലെങ്കിൽ അടഞ്ഞ സർക്യൂട്ട്. അങ്ങനെ ക്ലോസ് ചെയ്താലാണ് നമ്മൾ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നത്, പൂർത്തിയായി എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ്, അതും ശരിയാണ് അല്ലെ? ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിന് നേരെ ഓപ്പോസിറ്റ് ആണ് രണ്ടാമത്തത്. തുറന്ന സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സ്വിച്ച് തുറന്നിടുക, ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ അത് എന്താണ്? പൂർത്തിയായിട്ടില്ല, സർക്യൂട്ട് പൂർത്തിയായിട്ടില്ല. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ എന്ന് പറയുന്ന മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. എന്താണ് പറയുന്നത്? ഈ സർക്യൂട്ടിൽ സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലാണ് അടഞ്ഞ സർക്യൂട്ട്. അപ്പോഴാണ് ബാറ്ററിയിൽ നിന്ന് കറണ്ട് ഏതിലൂടെ പ്രവഹിക്കുക? സ്വിച്ചിലൂടെ കടന്നുപോയി ബൾബിലൂടെ കടന്നുപോയി തിരിച്ചു വരിക. അങ്ങനെ ബൾബിലൂടെ കറണ്ട് കടന്നു പോകുമ്പോഴേ ബൾബ് പ്രവർത്തിക്കൂ. അപ്പോൾ ഉപകരണം പ്രവർത്തിക്കണമെങ്കിൽ അടഞ്ഞ സർക്യൂട്ട് വേണം. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. തുറന്ന സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ എന്ന് പറയുന്ന നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ തെറ്റാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ 1, 2, 3 ശരിയാണ്. 1, 2, 3 ശരിയാണ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. സംശയമൊന്നുമില്ലല്ലോ. ഇതാണ് വൈദ്യുത സർക്യൂട്ടുകളെ കുറിച്ച് വന്ന ചോദ്യം. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് വൈദ്യുതിയിലൂടെ ഒന്ന് കടന്നു പോകാൻ പോവുകയാണ്. ഇനി വൈദ്യുതിയിൽ നിന്ന് ചോദ്യം വന്നാൽ, വൈദ്യുതി എന്ന് പറയുന്നത് ചാർജുകളുടെ പ്രവാഹമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ചാർജുകൾ എന്ന് പറയുന്നവർ ഇലക്ട്രോണുകളാവാം, അയോണുകളാവാം, ചാർജുള്ള ഏത് കണങ്ങളുമാവാം.
പോസിറ്റീവ് ചാർജ് ആവാം, നെഗറ്റീവ് ചാർജ് ആവാം. ചിലപ്പോൾ നമ്മൾ ഇലക്ട്രോണുകൾ എന്ന് മാത്രമേ ചിലർ കേട്ടിട്ടുണ്ടാവും. ഇലക്ട്രോണുകളുടെ ഒഴുക്കാണ് വൈദ്യുതി. ഇലക്ട്രോണുകൾ എന്നല്ല, ചാർജുള്ള ഏത് കണങ്ങളുടെ ഒഴുക്കും എന്താണ്? വൈദ്യുതിയാണ്. ആ ചാർജുള്ള കണങ്ങളുടെ ഒഴുക്ക് നടക്കുന്നത് ഒരു സർക്യൂട്ടിലൂടെയാണ്. അതാണ് താഴെ കാണിച്ചിരിക്കുന്ന സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ ഒരു വൈദ്യുത സ്രോതസ് ഉണ്ടാവും, ഒരു ബാറ്ററി അല്ലെങ്കിൽ ഒരു ജനറേറ്റർ ഒക്കെ ഉണ്ടാവും. ആ സോഴ്സിൽ നിന്ന് ഒരു ഉപകരണത്തിലൂടെ വൈദ്യുതി കടന്നുപോയി തിരിച്ചെത്തും. അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പ്ലസിൽ നിന്ന് മൈനസിലേക്ക് വൈദ്യുതി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. കറണ്ടിന്റെ ദിശ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. അതിനെയാണ് ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇത് പോസിറ്റീവിൽ തുടങ്ങി നെഗറ്റീവിൽ അവസാനിക്കുമ്പോഴാണ് അടഞ്ഞ സർക്യൂട്ട് എന്ന് പറയുന്നത്. അങ്ങനെ അവസാനിച്ചില്ലെങ്കിൽ അതിലൂടെ വൈദ്യുത പ്രവാഹം ഉണ്ടാവില്ല. ഇതിനിടയിൽ എവിടെയെങ്കിലും തുറന്നിട്ട് കഴിഞ്ഞാൽ, തുറന്നിടാൻ വേണ്ടിയാണ് നമ്മൾ സ്വിച്ച് ഉപയോഗിക്കുന്നത്. വീണ്ടും പറയുന്നു, എവിടെയെങ്കിലും തുറന്നിടാൻ വേണ്ടിയാണ് നമ്മൾ സ്വിച്ച് ഉപയോഗിക്കുന്നത്. അങ്ങനെ തുറന്നിട്ടാൽ വൈദ്യുത പ്രവാഹം ഉണ്ടാവില്ല. അടച്ചാലാണ് വൈദ്യുത പ്രവാഹം ഉണ്ടാവുക. അടച്ചാലാണ് സർക്യൂട്ട് പൂർത്തിയായി എന്ന് നമ്മൾ പറയുന്നത്. സർക്യൂട്ട് പൂർത്തിയാവുമ്പോഴാണ് വൈദ്യുതി കടന്നു പോകുന്നത്. അപ്പോഴാണ് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ ഒഴുകുന്ന ആളുകൾ ചാർജുകളാണ്. ഈ ഒഴുകുന്നത് ഇലക്ട്രോണുകൾ. ഇലക്ട്രോണുകൾ എന്ന് പറഞ്ഞാൽ ചാർജാണ്. ചാർജ് അളക്കാനുള്ള യൂണിറ്റാണ് കൂളം. ചാർജ് അളക്കാനുള്ള യൂണിറ്റാണ് കൂളം. ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ ഇലക്ട്രോണിന്റെ ചാർജ് 1.6 × 10⁻⁻⁻19 കുളമ്പാണ്. 1.6 × 10⁻⁻⁻19 കുളമ്പാണ് ഇലക്ട്രോണിന്റെ ചാർജ്. ഒരു മൈനസ് എന്ന് ഫ്രണ്ടിൽ കൊടുക്കും, കാരണം ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവാണ്. ഇതിന് പ്ലസ് കൊടുത്താൽ അത് പ്രോട്ടോണിന്റെ ചാർജായി. ഇതൊക്കെ നിങ്ങൾ കെമിസ്ട്രിയിൽ കേട്ടിട്ടുണ്ടാവും, അതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല. അപ്പൊ ചാർജുകളുടെ ഒഴുക്കാണ് വൈദ്യുതി. ചാർജ് അളക്കുന്ന യൂണിറ്റ് ആണ് കുളം. ചാർജ് രണ്ട് തരമുണ്ട്, പോസിറ്റീവും നെഗറ്റീവും. പോസിറ്റീവ് പോസിറ്റീവിനെ കണ്ടാൽ അകന്നു പോകും, നെഗറ്റീവ് നെഗറ്റീവിനെ കണ്ടാൽ അകന്നു പോകും. പോസിറ്റീവ് നെഗറ്റീവിനെ കണ്ടാൽ അടുത്ത് വരും, സ്നേഹിക്കും, ആകർഷിക്കും. ഇത് തന്നെയല്ലേ നമ്മൾ നേരത്തെ കാന്തത്തിന്റെ കാര്യത്തിൽ നോർത്ത് സൗത്തിനെ കണ്ടാൽ ആകർഷിക്കും. അതായത് വിഭിന്ന ചാർജുകൾ, വിപരീത ചാർജുകൾ പരസ്പരം ആകർഷിക്കും. സമാന ചാർജുകൾ പരസ്പരം എന്ത് ചെയ്യും? വികർഷിക്കും എന്ന് അറിഞ്ഞിരിക്കുക. ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് പണ്ട്. കുറേ പേർക്കൊക്കെ ഓർമ്മ കാണും. ഇനിയാണ് ചില വാക്കുകൾ, പ്രധാനപ്പെട്ട വാക്കുകൾ പരിചയപ്പെടേണ്ടത്. അതിലൊന്നാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം. മറ്റൊരു വാക്ക് അതിന് നമ്മൾ വിളിക്കും വോൾട്ടേജ് എന്ന് പറയും. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് പറയുന്ന മറ്റൊരു വാക്കാണ് വോൾട്ടേജ്. വ്യത്യാസം എന്നാണ് പറയുന്നത്. എന്തിലുള്ള വ്യത്യാസം? പൊട്ടൻഷ്യലിൽ ഉള്ള വ്യത്യാസം. അത് ഓർത്തു വെച്ചാൽ മതി. വൈദ്യുതി ഒഴുകണമെങ്കിൽ, ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ഒഴുകണമെങ്കിൽ ഒരു വ്യത്യാസം വേണം ഇതിനിടയിൽ. അല്ല, വെള്ളം ഒഴുകണമെങ്കിൽ ഉയരത്തിൽ വ്യത്യാസം വേണം എന്ന് പറയുന്ന പോലെ തന്നെയാണ്. വെള്ളം ഒരിടത്തുനിന്ന് ഒരിടത്തേക്ക് ഒഴുകണമെങ്കിൽ ഉയരം കൂടിയ ഭാഗത്തുനിന്ന് കുറഞ്ഞ ഭാഗത്തേക്കേ ഒഴുകൂ. ഉയരത്തിൽ വ്യത്യാസം വേണം എന്ന് പറയുന്നത് പോലെ വൈദ്യുത പ്രവാഹം ഉണ്ടാവണമെങ്കിൽ ആ പ്രവാഹം ഉണ്ടാവേണ്ട അഗ്രങ്ങൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം വേണം. ഇപ്പോൾ ഇവിടെ താഴത്തെ ചിത്രത്തിൽ പി ക്യൂ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിയിൽ നിന്ന് ക്യൂവിലേക്ക് വൈദ്യുതി ഒഴുകണമെങ്കിൽ പിക്കും ക്യൂവിനും ഇടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം വേണം. അപ്പോൾ ഒരു ചാലകത്തിലെ രണ്ട് ബിന്ദുക്കൾക്കിടയിൽ പൊട്ടൻഷ്യലിൽ, ഇലക്ട്രിക് പൊട്ടൻഷ്യലിലുള്ള വ്യത്യാസത്തെയാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത്. ഇത് അളക്കുന്നത് വോൾട്ട് എന്ന് പറയുന്ന യൂണിറ്റിലാണ്. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വോൾട്ടേജ്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വോൾട്ടേജ്. അങ്ങനെ പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായാൽ പൊട്ടൻഷ്യൽ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് വൈദ്യുത പ്രവാഹം ഉണ്ടാവും. കാര്യം മനസ്സിലായോ? പൊട്ടൻഷ്യൽ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക്, ഉയരം കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് വെള്ളം ഒഴുകും എന്ന് പറയുന്ന പോലെ തന്നെ പൊട്ടൻഷ്യൽ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് വൈദ്യുത പ്രവാഹം ഉണ്ടാവും. കാര്യം മനസ്സിലായില്ലേ? അങ്ങനെ വൈദ്യുത പ്രവാഹം ഉണ്ടാവുമ്പോൾ സ്വിച്ച് നമ്മൾ അടച്ചു വെക്കണം ഇവിടെ. എന്നാലേ പിയിൽ നിന്ന് ക്യൂവിലേക്ക് ഇലക്ട്രോണുകൾക്ക് ഒഴുകാൻ പറ്റും. അങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ വൈദ്യുത പ്രവാഹം ഉണ്ടാവും. അത് ബൾബിലൂടെ കടന്നു പോവും, ബൾബ് പ്രകാശിക്കും. ഈ പൊട്ടൻഷ്യൽ വ്യത്യാസം അഥവാ വോൾട്ടേജ് അളക്കുന്ന ഉപകരണമാണ് വോൾട്ട് മീറ്റർ. ഉപകരണം കൂടെ അറിഞ്ഞിരിക്കുക, വോൾട്ട് മീറ്റർ. അതേപോലെ ഇങ്ങനെ പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാക്കി വൈദ്യുതി പ്രവഹിക്കുന്ന ഈ ഒരു സംവിധാനത്തെ, ഈ ഒരു പാതയെ വിളിക്കുന്ന പേരാണ് സർക്യൂട്ട്. നമ്മൾ നേരത്തെയും പറഞ്ഞു. ഒരു വൈദ്യുത സർക്യൂട്ടിൽ മിനിമം വേണ്ട കാര്യങ്ങൾ: ഒരു സോഴ്സ് വേണം, വൈദ്യുതിയുടെ സോഴ്സ് വേണം, ഒരു ഉപകരണം വേണം. ആ ഉപകരണം എന്ന് പറയുന്നത് പ്രതിരോധമുള്ള ഒരു ഉപകരണമാണ്. വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിനൊരു പ്രതിരോധമുണ്ട്. പിന്നെ ഇതിനെ നിയന്ത്രിക്കാൻ ഒരു സ്വിച്ച് ഉണ്ടെങ്കിൽ നന്നായി. ഈ വൈദ്യുത പ്രവാഹത്തെ ഓണാക്കാനും ഓഫാക്കാനും നമുക്കൊരു സ്വിച്ച് ഉണ്ടെങ്കിൽ നന്നായി. സ്വിച്ച് അടച്ചു വെച്ചാൽ, ക്ലോസ് ചെയ്ത് വെച്ചാൽ സർക്യൂട്ട് പൂർത്തിയായി. സ്വിച്ച് തുറന്നു വെച്ചാൽ സർക്യൂട്ട് പൂർത്തിയായിട്ടില്ല. പൂർത്തിയായ സർക്യൂട്ടിലൂടെ വൈദ്യുത പ്രവാഹം ഉണ്ടാവൂ. വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു.
ഇനി ഇതിൽ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം കാണാൻ നമ്മൾ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യും. നോക്കൂ, വോൾട്ട് മീറ്റർ എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? വോൾട്ട് മീറ്റർ ഉപകരണത്തിന്റെ രണ്ട് അഗ്രത്ത് നിന്നാണ് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഉപകരണത്തിന് സമാന്തരമായി, അല്ലെ, ഉപകരണം എന്ന് പറയുന്നത് ഇവിടെ ബൾബിന് സമാന്തരമായി രണ്ട് അറ്റത്ത് നിന്നാണ് വോൾട്ട് മീറ്ററിലേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇത് ശ്രദ്ധിക്കണം. വോൾട്ട് മീറ്റർ എപ്പോഴും ഉപകരണങ്ങൾക്ക് സമാന്തരമായിട്ടാണ് കണക്ട് ചെയ്യുക. എന്തുകൊണ്ടാണ് രണ്ട് അറ്റത്ത് നിന്ന് കണക്ട് ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കണമെങ്കിൽ രണ്ട് അഗ്രങ്ങൾക്കിടയിലുള്ള വ്യത്യാസമാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം. അതുകൊണ്ട് രണ്ട് അഗ്രങ്ങൾക്കിടയിൽ കണക്ട് ചെയ്യണം വോൾട്ട് മീറ്റർ. അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നോക്കുന്ന അടുത്ത പ്രധാനപ്പെട്ട വാക്ക് വൈദ്യുത പ്രവാഹം, അല്ലെങ്കിൽ കുറച്ചുകൂടെ വിശദമായി പറഞ്ഞാൽ വൈദ്യുത പ്രവാഹ തീവ്രത, ഇലക്ട്രിക് കറണ്ട് ഇന്റൻസിറ്റി. നമ്മൾ ഇതിനെ ചുരുക്കി വിളിക്കുന്ന പേര് കറണ്ട്. മുഴുവൻ പേരെന്താ? ഇലക്ട്രിക് കറണ്ട് ഇന്റൻസിറ്റി, വൈദ്യുത പ്രവാഹ തീവ്രത. ചുരുക്കി വിളിക്കുന്ന പേര് കറണ്ട് എന്ന് മാത്രം വിളിക്കും. ഈ ഒഴുക്കിനെ വിളിക്കുന്ന പേരാണ് കറണ്ട്. ഈ ഒഴുക്ക് എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് അളക്കണ്ടേ? ഒരു സെക്കൻഡിൽ എത്ര ചാർജാണ് ഒഴുകുന്നത്, ഒരു സെക്കൻഡിൽ എത്ര ചാർജാണ് ഒഴുകിപ്പോകുന്നത്, അതാണ് വൈദ്യുത പ്രവാഹ തീവ്രത, ഇലക്ട്രിക് കറണ്ട് ഇന്റൻസിറ്റി. ഇന്റൻസിറ്റിയുടെ ഐ ആണ് ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത്. കറണ്ട് എന്ന് എഴുതാൻ, കറണ്ടിനെ സൂചിപ്പിക്കാൻ ഐ എന്ന് പറയുന്ന അക്ഷരമാണ് ഉപയോഗിക്കുന്നത്. ഐ എവിടെ നിന്ന് വന്നു? ഇലക്ട്രിക് കറണ്ട് ഇന്റൻസിറ്റി, വൈദ്യുത പ്രവാഹ തീവ്രതയിൽ നിന്ന് വന്നു. എന്താണ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒഴുകുന്ന ചാർജ് ബൈ സമയം എന്ന് വെച്ചാൽ യൂണിറ്റ് സമയത്തിൽ ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന ചാർജ്, ഒഴുകുന്ന ചാർജിനെയാണ് എന്തെന്ന് പറയുന്നത്? കറണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ യൂണിറ്റ് ആംബിയർ ആണ്. കറണ്ട് അളക്കാനുള്ള യൂണിറ്റ് വളരെ പ്രധാനമാണ്, ആംബിയർ ആണ്. ഈ വൈദ്യുത പ്രവാഹ തീവ്രത ഒരു അടിസ്ഥാന യൂണിറ്റ് ആണെന്ന് പഠിച്ചിട്ടുണ്ടോ? നമ്മൾ ഭൗതിക അളവുകൾ പഠിക്കുമ്പോൾ SI സിസ്റ്റത്തിലെ 7 അടിസ്ഥാന യൂണിറ്റുകളിൽ ഒന്നാണ് ഈ വൈദ്യുത പ്രവാഹ തീവ്രത. അങ്ങനെ പഠിച്ചത് ഓർമ്മയില്ലേ? എന്താണ്? നീളം, സമയം, മാസ്, താപനില എന്നൊക്കെ പറഞ്ഞ് പഠിച്ച് നമ്മൾ വരുമ്പോൾ എന്ത് പഠിക്കുന്നുണ്ട്? വൈദ്യുത പ്രവാഹ തീവ്രത എന്ന് പറഞ്ഞ ഒരാളെ പഠിക്കുന്നുണ്ട്. അത് അടിസ്ഥാന യൂണിറ്റ് ആണ്. ഫിസിക്സിലെ, സയൻസിലെ ഭൗതിക അളവുകളുടെ അടിസ്ഥാന യൂണിറ്റ്, ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ്. ഫണ്ടമെന്റൽ അളവാണ്, ഭൗതിക അളവാണ്. അതിൻ്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ. അളക്കുന്ന യൂണിറ്റ് എന്താണ്? ആംബിയർ. അളക്കുന്ന ഉപകരണം ഏതാണ്? അമ്മീറ്റർ. ആംബിയർ, അമ്മീറ്റർ, അങ്ങനെ ഓർത്ത് വയ്ക്കുക. കറണ്ട് അളക്കാനുള്ള യൂണിറ്റ്. കറണ്ട് എന്ന് പറഞ്ഞാൽ വൈദ്യുത പ്രവാഹ തീവ്രത. ഒരു സെക്കൻഡിൽ എത്ര ചാർജ് ഒഴുകുന്നു എന്നാണ് നമ്മൾ അളക്കുന്നത്. അങ്ങനെ അളക്കണമെങ്കിൽ ഈ ചിത്രത്തിൽ കാണിച്ചതുപോലെ വൈദ്യുത പ്രവാഹം നടക്കുന്നതിനിടയിൽ കൊണ്ടുപോയി അമ്മീറ്റർ വെക്കണം. നോക്കൂ, അമ്മീറ്റർ എവിടെ വെച്ചിരിക്കുന്നത്? വൈദ്യുത പ്രവാഹം നടക്കുന്ന സർക്യൂട്ടിനകത്ത് കയറ്റിയാണ് അമ്മീറ്റർ വെച്ചിരിക്കുന്നത്. പക്ഷെ വോൾട്ട് മീറ്റർ അങ്ങനെയല്ല. വോൾട്ട് മീറ്റർ ഉപകരണത്തിന്റെ രണ്ടറ്റത്തു നിന്ന് പ്രത്യേകം വയർ വലിച്ചിട്ടാണ് എന്ത് വെച്ചിരിക്കുന്നത്? വോൾട്ട് മീറ്റർ വെച്ചിരിക്കുന്നത്. ഈ ഒരു സംവിധാനം ശ്രദ്ധിക്കുക. അമ്മീറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും, ശ്രേണി രീതിയിൽ കണക്ട് ചെയ്യും. വോൾട്ട് മീറ്റർ സമാന്തര രീതിയിലാണ് കണക്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ വ്യത്യാസം. അമ്മീറ്റർ ശ്രേണി രീതിയിൽ കണക്ട് ചെയ്യും. ശ്രേണി രീതിയിൽ എന്ന് പറഞ്ഞാൽ സർക്യൂട്ടിനകത്ത് തന്നെ വെക്കും. വോൾട്ട് മീറ്റർ സമാന്തരമായിട്ട് പുറത്ത് വെച്ചിട്ട് വയർ വലിക്കും അതിൽ നിന്ന്. ഇങ്ങനെയാണ് ഇവ രണ്ടും കണക്ട് ചെയ്യുന്നത്. ഈ തന്നിരിക്കുന്ന സർക്യൂട്ടിൽ കറണ്ട് അളക്കാനും വോൾട്ടേജ് അളക്കാനുമുള്ള സംവിധാനമുണ്ട്. നമ്മൾ വോൾട്ടേജ് ഇങ്ങനെ കൂട്ടുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ സെല്ല് വെച്ചിട്ടുണ്ടല്ലോ, ഈ സെല്ലിന് 1.5 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. 2 സെല്ല് വെച്ചാൽ എന്താവും? 3 വോൾട്ട് ആവും. ശരിയല്ലേ? 3 സെല്ല് വെച്ച് കഴിഞ്ഞാൽ എന്താവും? 3 സെല്ല് വെച്ച് കഴിഞ്ഞാൽ 4.5 വോൾട്ട് ആവും. ശരിയല്ലേ? ഇങ്ങനെ വോൾട്ടേജ് കൂട്ടും തോറും വോൾട്ട് മീറ്റർ റീഡിങ് കൂടിക്കൊണ്ടിരിക്കും. സംശയമൊന്നുമില്ലല്ലോ. നമ്മൾ സെല്ലിൻ്റെ എണ്ണം കൂട്ടുമ്പോൾ വോൾട്ടേജ് കൂടും, വോൾട്ട് മീറ്റർ റീഡിങ് കൂടും. അതിനൊപ്പം തന്നെ അമ്മീറ്റർ റീഡിങ്ങും കൂടും. എന്താ അതിനർത്ഥം? അമ്മീറ്ററിൻ്റെ അളവ് കൂടുക, അമ്മീറ്ററിൻ്റെ റീഡിങ് കൂടുക എന്ന് പറഞ്ഞാൽ കറണ്ടും കൂടും. വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടും, വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടും. വളരെ സിമ്പിളാണ്. വോൾട്ടേജും കറണ്ടും തമ്മിൽ നേർ അനുപാതത്തിലാണ്. ഇതിനാണ് ഓം നിയമം എന്ന് പറയുന്നത്. വൈദ്യുതിയെ സംബന്ധിച്ച് ഏറ്റവും അടിസ്ഥാന നിയമം, ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് ഓം നിയമം. ജോർജ് സൈമൺ ഓം എന്ന് പറയുന്ന ജർമ്മൻ ശാസ്ത്രജ്ഞനാണ് ഈ നിയമം ആദ്യമായിട്ട് പറഞ്ഞത്. എന്താണ്? ഒരു വൈദ്യുത ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിലെ പൊട്ടൻഷ്യൽ വ്യത്യാസവും വൈദ്യുത പ്രവാഹ തീവ്രതയും നേർ അനുപാതത്തിലാണ്. ഇത്രയേ ഉള്ളൂ. വിയും ഐയും നേർ അനുപാതത്തിലാണ്. വി കൂടുമ്പോൾ ഐ കൂടും, ഐ കൂടുമ്പോൾ വി കൂടും. സംശയമൊന്നുമില്ലല്ലോ. ഒരു കണ്ടീഷൻ കൂടെ പറയണം. താപനില മാറരുത്, താപനില സ്ഥിരമായിരിക്കണം.
താപനില മാറിക്കഴിഞ്ഞാൽ ഇതിനെ ബാധിക്കും, ഓം നിയമത്തെ ബാധിക്കും. താപനില സ്ഥിരമാക്കി വെച്ചുകൊണ്ട് നമ്മൾ വോൾട്ടേജ് കൂട്ടിയാൽ കറണ്ട് കൂടും എന്നാണ് ഓം നിയമം പറയുന്നത്. ഇത് വെച്ചൊരു സമവാക്യം ഉണ്ടാക്കുന്നത് വളരെ പ്രധാനമാണ്. വി അനുപാതത്തിലാണ് ഐ എന്നെഴുതിയിട്ട് വി അനുപാത ചിഹ്നം മാറ്റിയിട്ട് സമചിഹ്നം നമ്മൾ കൊടുക്കുമ്പോൾ, അനുപാത ചിഹ്നം മാറ്റി സമചിഹ്നം കൊടുക്കണമെങ്കിൽ സമവാക്യത്തിന്റെ വലതുവശത്ത് ഒരു സ്ഥിരസംഖ്യ കൊണ്ടുവരണം. ആ സ്ഥിരസംഖ്യയാണ് ആർ. ഐ അവിടെ തന്നെ ഉണ്ട്. ഐയുടെ കൂടെ ഒരു സ്ഥിരസംഖ്യ കൊണ്ടുവന്നു, ആർ എന്ന് പറയുന്ന സ്ഥിരസംഖ്യ. ഈ സ്ഥിരസംഖ്യയെ വിളിക്കുന്ന പേരാണ് പ്രതിരോധം. എന്താ വിളിക്കുന്നത്? പ്രതിരോധം. ഇപ്പൊ പ്രതിരോധം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓം നിയമത്തിന്റെ സമവാക്യത്തിലെ സ്ഥിരസംഖ്യയാണ്. ഇനി പ്രതിരോധത്തിന് മാത്രം നമുക്ക് സമവാക്യം ഉണ്ടാക്കിയാൽ ഇതിൽ നിന്ന് ആർ സമം എന്താണ്? ആർ സമം വി ബൈ ഐ. ആർ സമം എന്താണ്? വി ബൈ ഐ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെയും വൈദ്യുത പ്രവാഹ തീവ്രതയുടെയും അനുപാതമാണ്, റേഷ്യോയാണ് പ്രതിരോധം. ആർ സമം വി ബൈ ഐ എന്ന് എഴുതാം, വി സമം ഐ ആർ എന്ന് എഴുതാം, ഐ സമം വി ബൈ ആർ എന്ന് എഴുതാം. ഈ 3 രൂപത്തിലും ഓം നിയമത്തിന്റെ സമവാക്യം എഴുതാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആർ അളക്കാനുള്ള യൂണിറ്റ്, പ്രതിരോധം അളക്കാനുള്ള യൂണിറ്റ് ആണ് ഓം. ഇപ്പോൾ ഓം നിയമത്തിൽ നിന്നാണ് ഓം, ഓമിന്റെ പേരിൽ നിന്നാണ് ഓം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു സിമ്പൽ കൊടുക്കും, അല്ലെങ്കിൽ ഓം എന്നെഴുതും, OHM എന്നെഴുതും. ഓക്കെ, ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കും. പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന സ്റ്റേറ്റ്മെന്റുകൾ. പ്രതിരോധം എന്ന വാക്ക് തന്നെ റെസിസ്റ്റൻസ്, തടസ്സം എന്നാണ് അർത്ഥം. ആരെയാണ് തടയുന്നത്? ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ആ വൈദ്യുത പ്രവാഹത്തെ തടയുന്നതിനാണ് പ്രതിരോധം എന്ന് പറയുന്നത്. എല്ലാ ചാലകങ്ങൾക്കും പ്രതിരോധമുണ്ട്. എല്ലാ ചാലകങ്ങൾക്കും പ്രതിരോധമുണ്ട്. അപ്പോൾ ഒരു ചാലകത്തിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം കൊടുത്താൽ, വോൾട്ടേജ് കൊടുത്താൽ, അതായത് ഒരു ബാറ്ററിയിൽ നിന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക, അതാണ് വോൾട്ടേജ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അതിലൂടെ വൈദ്യുത പ്രവാഹം ഉണ്ടാവും. ആ വൈദ്യുത പ്രവാഹത്തെ ആ ചാലകം എതിർക്കുന്ന അളവിനെയാണ് പ്രതിരോധം എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായോ? ആ പ്രതിരോധം കൂടുതലുള്ള വസ്തു കറണ്ട് കടന്നു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ കറണ്ട് കടന്നു പോകാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കറണ്ട് കടന്നു പോവാത്ത വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് ബാഡ് കണ്ടക്ടേഴ്സ്, അല്ലെങ്കിൽ കുചാലകങ്ങൾ. എന്താ വിളിക്കുന്നത്? കുചാലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കും ഇംഗ്ലീഷിൽ. കുചാലകങ്ങൾ എന്താണ്? പ്രതിരോധം വളരെ കൂടുതൽ, കറണ്ട് കടന്നു പോവില്ല. പ്രതിരോധം ഇല്ലെങ്കിലോ? പ്രതിരോധം കുറവ്, ഇല്ലാതാവില്ല, പക്ഷെ പ്രതിരോധം കുറഞ്ഞാൽ, കുറഞ്ഞ് വളരെ ചെറിയ പ്രതിരോധമേ ഉള്ളുവെങ്കിൽ അത് സചാലകങ്ങൾ, നല്ല ചാലകങ്ങൾ, ഗുഡ് കണ്ടക്ടേഴ്സ്. ഇപ്പൊ ഗുഡ് കണ്ടക്ടറും ബാഡ് കണ്ടക്ടറും എന്താണെന്ന് അറിയുക, സചാലകങ്ങളും കുചാലകങ്ങളും അറിയുക. ക്ലിയർ അല്ലേ? ഇപ്പോൾ വൈദ്യുതി നന്നായിട്ട് കടന്നു പോകുന്ന സിൽവർ, ചെമ്പ്, കോപ്പർ, അലുമിനിയം, ഇരുമ്പ്, ഇതൊക്കെ നല്ല ചാലകങ്ങളാണ്. പ്ലാസ്റ്റിക്, ഗ്ലാസ്, മരം, ഉണങ്ങിയ മരം, ഇതൊന്നും വൈദ്യുതി കടത്തിവിടില്ല. അവരൊക്കെ കുചാലകങ്ങളാണ്, അവരെയും അറിഞ്ഞിരിക്കുക. ഇനി ഒരു വാക്കും കൂടെ ഉണ്ട്, സൂപ്പർ കണ്ടക്ടർ. എന്താ സൂപ്പർ കണ്ടക്ടർ? എപ്പോഴാണ് പറയുക? ഒരു തടസ്സവും ഇല്ലാതെ വൈദ്യുതി കടത്തിവിടുമ്പോൾ, അതായത് പ്രതിരോധമേ ഇല്ലാത്ത അവസ്ഥ, പ്രതിരോധം 0, അപ്പോഴാണ് നമ്മൾ വിളിക്കുന്നത് സൂപ്പർ കണ്ടക്ടർ. അങ്ങനെയുള്ള വസ്തുക്കൾ വളരെ നമുക്ക് പ്രാക്ടിക്കലി ലഭ്യമല്ല, ഒരു സങ്കല്പമാണ് സൂപ്പർ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ. പ്രതിരോധമേ ഇല്ലാത്ത വസ്തുവിനെ വിളിക്കുന്ന പേരാണെന്ത്? സൂപ്പർ കണ്ടക്ടർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ 2 ടോപ്പിക്ക് വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോയി. ഇത്രയും പറയാനിടയായ സാഹചര്യം എന്താണ്? സിലബസിന് പുറത്തു നിന്ന് കാന്തികതയിൽ നിന്നും വൈദ്യുതിയിൽ നിന്നും ചോദ്യം വന്നതാണ്. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങളിൽ 3ാം ഘട്ടത്തിൽ നമുക്ക് ചോദിച്ച ചോദ്യങ്ങൾ ഈ 2 ഭാഗത്തു നിന്ന് ചോദ്യം വന്നു. ആ ചോദ്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ പെടാത്ത ഒരു ചോദ്യം, 64ാമത്തെ ഈ ചോദ്യം, ഈ 2ാമത് കിടക്കുന്ന ചോദ്യം, അത് എവിടുന്നാണ് വന്നിരിക്കുന്നത്? സമതല ദർപ്പണങ്ങളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. സമതല ദർപ്പണങ്ങളിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഇത് നമ്മൾ പക്ഷേ എൻട്രിയുടെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ പെട്ടെന്ന് അതിൻ്റെ ഉത്തരം നമുക്ക് പറയാം. പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആകണമെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് കാണുക എന്ന് പറഞ്ഞാൽ, ഇതിനൊരു സമവാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. 360/θ-1 എന്നാണ് സമവാക്യം. എന്ത് കാണാനുള്ള സമവാക്യമാണ്? പ്രതിബിംബങ്ങളുടെ എണ്ണം കാണാനുള്ള സമവാക്യമാണ്. എണ്ണം ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? എണ്ണം എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 3 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമവാക്യത്തിൽ 3 അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ താഴെയുള്ള തീറ്റ അല്ലെങ്കിൽ എക്സ്, അത് ആണ് കോണളവ്. 360/θ എന്ന് എഴുതിയിരിക്കുന്ന തീറ്റയാണ് കോണളവ്. ഇതെന്ത് ചെയ്യും? -1 വലത്തോട്ട് പോയാൽ 360/θ സമം 4 എന്നായിട്ട് മാറും. ശരിയല്ലേ? -1 വലത്തോട്ട് പോയാൽ +1 ആവും. 3 + 1 4. ഇനി 360/θ സമം 4 ആണെങ്കിൽ തീറ്റ എത്രയാണ്? തീറ്റ സമം 360/4. 360/4 എത്ര കിട്ടും നമുക്ക്?
360/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി 90 വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആണ് രണ്ടാമത്തെ ഈ ചോദ്യത്തിന് ഉത്തരം കാണുക. അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് വിശദമായിട്ട് ഡിസ്കസ് ചെയ്തത്, ഇത്രയും സമയമെടുത്ത് തന്നെ നമ്മൾ ചോദ്യപേപ്പർ അനലൈസ് ചെയ്യാൻ കാരണം ഔട്ട് ഓഫ് സിലബസ് ചോദ്യം വന്നതാണ്. ഇനിയും നിങ്ങൾ കാന്തികതയിൽ നിന്നോ വൈദ്യുതിയിൽ നിന്നോ ചോദ്യം പ്രതീക്ഷിച്ചുള്ളൂ. അതിന് വേണ്ടതൊക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കാന്തികത, കാന്തിക മണ്ഡലം, ബാർ മാഗ്നറ്റ്, ഭൂമി എന്ന കാന്തം, ഇതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. വൈദ്യുത കാന്തം ഇതൊക്കെ എന്താണെന്ന് ശ്രദ്ധിക്കുക. വൈദ്യുതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞ സമയത്ത് എന്താണ് ഒരു വൈദ്യുത പ്രവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചാർജ് എന്ന് പറഞ്ഞാൽ, പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, വൈദ്യുത പ്രവാഹ തീവ്രത എന്ന് പറഞ്ഞാൽ, സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രതിരോധം എന്ന് പറഞ്ഞാൽ എന്താണ് പോലെയുള്ള ബേസിക് വിവരങ്ങൾ അറിഞ്ഞിരിക്കുക. വീണ്ടും മറ്റു ടോപ്പിക്കുകളുമായിട്ട് കാണാം. അടിപൊളിയായിട്ട് പരീക്ഷ എഴുതുക. ഒരിക്കൽ കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളെ കുഴപ്പിക്കുന്ന ചോദ്യം വന്നാൽ, പഠിച്ചു കഴിഞ്ഞ് റെഡിയായി പോയിട്ടും നിങ്ങളുടെ പരിധിക്ക് പുറത്ത് നിന്ന് ചോദ്യം വന്നാൽ ഒട്ടും പേടിക്കേണ്ട. 90% ആളുകൾ, നിങ്ങളടക്കം 90% ആളുകളും ആ ചോദ്യത്തെ സ്കിപ്പ് ചെയ്യുകയേ ചെയ്യും. പിന്നെ ഒരു 10% ആളുകളല്ലേ അവർ ശരിയാക്കിക്കോട്ടെ. പക്ഷേ ഇനി കാന്തികതയിൽ നിന്നും വൈദ്യുതിയിൽ നിന്നും ചോദ്യം വന്നാൽ ആ ശരിയാക്കുന്ന 10%-ത്തിൽ എൻട്രിയുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും എന്ന ധൈര്യത്തിൽ വീണ്ടും കാണാം. ദിസ് ഇസ് സന്തോഷ് സേതുമാധവൻ സൈനിങ് ഓഫ് ദിസ് ടൈം ഓൺ ബിഹാഫ് ഓഫ് എൻട്രി. താങ്ക് യു വെരി മച്ച്.